ഹലോ എവ്രി വൺ, എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ എക്സ്ക്ലൂസീവ് വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ എന്തിനാണ് പ്രത്യേകതയുള്ളതെന്നും ഒരു കാരണവുമില്ലാതെ വെറുക്കപ്പെടുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ ലോകത്ത് നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം സാധാരണയായി എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വെറുപ്പാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ആളുകളും തീർച്ചയായും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടും. കേൾക്കൂ. ആളുകൾ നിങ്ങളെ വെറുക്കും, പുച്ഛിക്കും, വിമർശിക്കും, താഴ്ത്തിക്കെട്ടും, എല്ലാം ഒരു കാരണമില്ലാതെ. ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ താഴെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെന്ന് ഉറപ്പാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, മിക്കപ്പോഴും അവർ നിങ്ങളിൽ കാണുന്നത് അവരിലില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ ശക്തമായ പൊട്ടൻഷ്യൽസ് ആണ് അവർ കാണുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഴമേറിയതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തയാൾ എന്ന പദം ഉപയോഗിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ആളുകളോട് നന്നായി പെരുമാറാൻ കഴിയും. പക്ഷെ അവർക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമല്ല. ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ അവരെ അവഗണിക്കണം. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഒരു നിമിഷം വന്ന് അവർക്ക് എന്തെങ്കിലും അസുഖകരമായ അനുഭവം സംഭവിക്കുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കരുത്. നിങ്ങൾ സ്നേഹനിധിയും ദയയുള്ളവനും കരുതലുള്ളവനുമായ ഒരു വ്യക്തിയാണെന്ന് ഓർമ്മിക്കുക. ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വെറുക്കുന്ന ആ നാർസിസിസ്റ്റിക് ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായും ആഴത്തിലും നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹവും ദയയും അറിവും ഈ ലോകത്തിന് വാഗ്ദാനം ചെയ്യാൻ എല്ലാത്തരം മഹത്തായ മൂല്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ വെറുപ്പുള്ള ആളുകൾക്കിടയിലും നിരന്തരം ദയ കാണിക്കുകയും അതിനെ ചലിപ്പിക്കുകയും ചെയ്യുക. ഈ എക്സ്ക്ലൂസീവ് സന്ദേശം തുടരുന്നതിന് മുമ്പ് വെറുപ്പുള്ള നാർസിസിസ്റ്റിക് ഊർജം വലിച്ചെടുക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് താഴെ കമൻ്റ് ചെയ്യുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ ഞാൻ അത്ര സന്തോഷിക്കാത്തത് നമ്മുടെ സുഹൃത്തുക്കളെന്നും കുടുംബങ്ങളെന്നും വിളിക്കുന്ന മിക്ക ആളുകളും തിരഞ്ഞെടുത്തവരെ വെറുക്കുന്നത് അവർക്കുള്ള എന്തോ ഒന്ന് ഇല്ലാത്തത് കൊണ്ടാണ് എന്നതാണ്. അത് സാധാരണ മനുഷ്യ സ്വഭാവം മാത്രമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അസൂയപ്പെടുന്ന ആളുകൾ നിങ്ങളെ വെറുക്കുക മാത്രമല്ല, നിങ്ങളുടെ വിജയത്തെയും നേട്ടങ്ങളെയും വെറുക്കുന്നു. നിങ്ങൾക്കുള്ളതും അവർക്കില്ലാത്തതുമായ ചില ഗുണങ്ങൾ കാരണം അവർ നിങ്ങളോട് വ്യക്തമായൊരു പക്ഷപാതം കാണിക്കുന്നു. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്തെ നിങ്ങളുടെ സ്ഥാനക്കയറ്റം, വസ്ത്രങ്ങളിലെ അഭിരുചി, ഹോബികൾ, വസ്ത്രധാരണം, നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അതുല്യമായ ചിന്താഗതി എന്നിവ കാരണമാകാം. മിക്കവാറും അവർക്ക് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളറിയാതെ അവരെ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചതാകാം. നിങ്ങൾ അവരിൽ ഒരുതരം അസൂയയോ വെറുപ്പോ ഉളവാക്കി. അല്ലെങ്കിൽ യഥാർത്ഥ വ്യക്തി ലഭ്യമല്ലാത്തതിനാൽ നിങ്ങൾ അവരുടെ വെറുപ്പിന് പാത്രമായേക്കാം. എന്തുതന്നെയായാലും അത് നിങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് അവരുടേതാണ്. ഒന്നുകിൽ അവർ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ച് അസൂയപ്പെടുന്നു, നിങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നു, അല്ലെങ്കിൽ അവർ വെറുക്കുന്ന ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടേതല്ല. അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ശാന്തമായും മാന്യമായും അവരോട് ചോദിക്കുക. സാധാരണയായി അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും. അതിപ്പോഴും നിങ്ങളെ അത്ര ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സ്വയം ആശങ്കാകുലനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരു വാക്കുച്ചരിക്കില്ല. അതുപോലും ആരെയെങ്കിലും ഒടുവിൽ അസ്വസ്ഥനാക്കിയേക്കാം. അതിനാൽ അവരെ അവഗണിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പുരോഗതിയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ശ്രദ്ധാശൈഥില്യമായി മാറിയേക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ നിങ്ങൾ വളരെ നല്ലവനായതിനാൽ ആളുകൾ നിങ്ങളെ വെറുത്തേക്കാം. വളരെ നല്ലവനാകരുത്. എല്ലായ്പ്പോഴും നല്ലവരായിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതേ, തീർച്ചയായും. പക്ഷെ ജീവിതത്തോട് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമല്ല അത്. അത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെറുപ്പ് വളരെ ശക്തമായ ഒരു വാക്കാണ്, വളരെ എളുപ്പത്തിൽ വലിച്ചെറിയപ്പെടുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളോട് മോശമായി പെരുമാറാൻ നിങ്ങൾ അവർക്ക് അവസരം നൽകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വേണ്ടി ആരെങ്കിലും ആദ്യത്തെ നെഗറ്റീവ് ചുവടുവയ്പ്പെടുത്താൽ ഞാൻ ഉടനെ അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരാം. അവരുടെ സാന്നിധ്യം എത്ര പ്രധാനമാണെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തിനായി നിങ്ങൾ ശക്തരും ഉറച്ചവരുമായിരിക്കേണ്ടതുണ്ട്. ലജ്ജയില്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക. കുറഞ്ഞത് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആയിരക്കണക്കിന് ആളുകളോടൊപ്പം ആയിരിക്കുന്നതിനേക്കാൾ നല്ലത്. ചിലപ്പോൾ ജീവിതത്തിൽ ആളുകൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാത്തതിന് സാധുവായൊരു കാരണവുമില്ല. ഞാനത് സ്വയം നേരിട്ടിട്ടുണ്ട്. ജോലിസ്ഥലത്തും സാമൂഹിക ഒത്തുചേരലുകളിലും. ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരാൾ എന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം, അനിഷ്ടത്തിന് കാരണമായ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ്. അത് അസ്വസ്ഥതയുണ്ടാക്കുന്നതും ശരിയല്ലെന്നും എനിക്ക് സമ്മതിക്കാം. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മളെ മാത്രം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നത്
ധ്യാനിക്കുകയും എൻ്റെ മനസ്സിൻ്റെ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ എനിക്ക് അത്തരം ആളുകളെ എൻ്റെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. പിന്നെ എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ ശാന്തതയും, എനിക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യവും വ്യത്യാസമറിയാനുള്ള ജ്ഞാനവും നൽകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഹൃദയാഘാതങ്ങളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും കരകയറാൻ പ്രയാസമാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് അഫർമേഷൻസും ധ്യാനവും പരിശീലിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഉപദേശം. നിർഭാഗ്യവശാൽ ടോക്സിസിറ്റി അഥവാ വിഷാംശം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ നിങ്ങളെ വെറുക്കും. അതിനാൽ എല്ലാത്തിലും ധാർമ്മികത അന്വേഷിക്കാൻ ശ്രമിക്കരുത്. മാത്രമല്ല, ആളുകൾ നിങ്ങളെ വെറുക്കുന്നത് അവർ അസൂയുള്ളവരോ സ്വതസിദ്ധമായ നെഗറ്റീവായവരോ ആയതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ആളുകളെ അവഗണിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. അവർ ഭയത്തിൻ്റെ പല ദുർബലാവസ്ഥകളിലും ആഴത്തിൽ ജീവിക്കുന്നു. വെറുപ്പ് ഭയത്തിലാണ്. അവർ ചെയ്യാൻ ഭയപ്പെടുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് നേടാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അവർ നിങ്ങളെ വെറുക്കും. യഥാർത്ഥത്തിൽ നിങ്ങളെയല്ല, മറിച്ച് അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാമായിരുന്നിട്ടും എന്നാൽ അവർക്ക് കഴിയില്ലെന്ന് പറയുന്ന ഈഗോയിസ്റ്റിക് പാർട്ട് അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലായ്പ്പോഴും അതൊരിക്കലും നിങ്ങളെക്കുറിച്ചായിരുന്നില്ല. അത് അവരുടെ സ്വന്തം ആന്തരിക പോരാട്ടം മാത്രമാണ്. നമ്മൾ വളരെ ദുർബലരാണെന്ന് നമ്മളെയെല്ലാം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. അത് ശരിയല്ല. പക്ഷേ പലരും അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരെ മോശം ആളുകളെന്നും വിളിക്കുന്നു, അല്ലേ? പക്ഷേ തീർച്ചയായും അങ്ങനെയല്ല. അതൊരു കാരണവുമില്ലാതെയാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷെ അത് നിങ്ങൾ സ്വയം പെരുമാറുന്ന രീതിയായിരിക്കാം. ഞാൻ തുറന്നു പറയുന്നു, കാര്യങ്ങൾ മറച്ചുവെച്ച് സമയം കളയാൻ എനിക്ക് കഴിയില്ല എന്നതിനാലാണ് ഞാൻ അത് പറയുന്നത്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക, ആത്മവിശ്വാസത്തോടെ നടക്കുക, ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം കാരണം അവർ നിങ്ങളെ വെറുക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ കാര്യമല്ല. അവർ സ്വയം കൈകാര്യം ചെയ്യട്ടെ. അരക്ഷിതരായ പല ആളുകളും മറ്റുള്ളവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കുമ്പോൾ വെറുക്കുന്നു. നിങ്ങൾ ദുഃഖിതനായിരിക്കണമെന്നും നിങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഞാനൊരു പുതിയ ജോലി ആരംഭിച്ചാൽ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ഇതിനകം എന്നെ വെറുക്കുന്നുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നടക്കുമ്പോൾ അവൾ എന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നോക്കുന്നു. ഞാൻ അവൾക്ക് സമയം നൽകുന്നില്ല. അതവളെ ദേഷ്യം പിടിപ്പിക്കും. പലർക്കും എന്നെ ഇഷ്ടമല്ല. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. അത് എന്നിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. അവരെക്കുറിച്ച് വിഷമിക്കേണ്ട. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് സ്വയം ഇഷ്ടമല്ല. അവർ ദുരിതത്തിലും അസന്തുഷ്ടരിലും ആയിരിക്കട്ടെ. നിങ്ങൾ ശക്തരായിരിക്കുകയും ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കാര്യം ചെയ്യുകയും ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ലോകം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക. വെറുക്കുന്നവർ നിങ്ങളുടെ പ്രേരകന്മാരാകട്ടെ. ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുക. ഒരു വിഭാഗം സാഹചര്യങ്ങളെ എനിക്ക് വിശദീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അവരോട് എന്തെങ്കിലും ചെയ്തു എന്നല്ല, നിങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് അവരെ വ്രണപ്പെടുത്തുന്നത്. അവരുടെ ജീവിത തത്വചിന്തകൾ എത്ര അത്ഭുതകരമായി പരാജയപ്പെടുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് നിങ്ങളുടെ ജീവിത രീതി. നിരാശയും ലജ്ജയും കാരണം അവർ തെറ്റാണെന്ന് അവരെ അറിയിക്കുന്നതിന് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ശരി, ഇതുപോലുള്ള ഒരു സാഹചര്യം നിങ്ങൾ നേരിടുകയാണെങ്കിൽ മികച്ചവരായിരിക്കുക, ശക്തരായിരിക്കുക. അവരെ അങ്ങനെ ആയിരിക്കാൻ അനുവദിക്കുക. കാരണം ഒരാൾ ഉറങ്ങുകയാണെന്ന് നടിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ ഉണർത്തുവാൻ കഴിയില്ല. ജീവിതത്തിലെ ഈ നിമിഷത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തയാൾ എന്ന് വിളിക്കുന്നു. ഒരു പക്ഷേ അത് എത്ര ആഴമേറിയതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ വ്യക്തമായൊരു കാരണവും നിങ്ങൾ അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ അവരുടെ വെറുപ്പിനുള്ള കാരണം തീർച്ചയായും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതും എന്നാൽ മാറ്റാൻ പാടില്ലാത്തതുമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണ്. സങ്കടപ്പെടരുത്. ആരെങ്കിലും നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളിൽ ഒരു നന്മയും കാണാൻ കഴിയില്ല എന്നാണ്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും സ്വയം കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. ഈ ഉള്ളടക്കത്തിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പങ്കിടുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഉറപ്പാക്കുമല്ലോ.